ലൂഫിയും ബെലമീൻ്റെ ആ ഫൈറ്റ് എന്ന് പറയാൻ പറ്റുമോ? കൊല്ലൽ, ഡിസ്ട്രോയൽ, പണ്ണി ആര് ബെല്ലമീനെ. വെൽക്കം ബാക്ക് ടു ദ ചാനൽ, ഇറ്റ്സ് മീ അപ്പൂസൻ. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വൺ പീസിൻ്റെ പ്രീ ടൈം സ്കിപ്പ് ആർക്സ് റാങ്ക് ചെയ്യാൻ പോവാണ്. ആൻഡ് ഈ റാങ്കിങ് ഞാൻ ലൈവായിട്ടാണ് ചെയ്തത്. ഞാൻ പോസ്റ്റ് ടൈം സ്കിപ്പിൻ്റെ ആർക്സും ഈ ആഴ്ച തന്നെ സ്ട്രീം ചെയ്യാൻ പ്ലാൻ ഉണ്ട്. സോ നിങ്ങൾക്ക് ഞാൻ ലൈവ് പോകുമ്പം ഇഫ് യു വാണ്ട് ടു ജോയിൻ, ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ് ആൻഡ് നോട്ടിഫിക്കേഷൻസ് ഓൺ ആയിക്കോ, സോ ദാറ്റ് യു ഗെറ്റ് എ നോട്ടിഫിക്കേഷൻ വെൻ ഐ ഗോ ലൈവ്. അപ്പോൾ ദാറ്റ്സ് ഓൾ എനിക്ക് ഇവിടെ പറയാനുള്ളൂ. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഇതൊരിത്തിരി ഓർഡറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഐ വുഡ് ബി മോർ ഹാപ്പി, ബിക്കോസ് ഇനി ഞാൻ കണ്ടിരിക്കണം ഓർഡർ. ഫസ്റ്റ് തന്നെ നമുക്ക് റൊമാൻസ് ടോൺ കൊടുക്കാം. സോ റൊമാൻസ് ടോൺ ഒരു നല്ല ആർക്ക്, നോട്ട് എ ആർക്ക്, ഞാൻ ബി എ റാങ്ക് കൊടുക്കുന്നത്. റൊമാൻസ് ടോൺ കുഴപ്പമില്ലാത്തൊരു ആർക്കാണ്, ബട്ട് അതിൽ വൺ പീസ് എന്തുകൊണ്ടാണ് ഗ്രേറ്റ് ആവുന്നതെന്ന് തോന്നൂല. നമ്മൾ ഫസ്റ്റ് തന്നെ കയറുമ്പോൾ ലൈക്ക് ഒരു നല്ലൊരു ഇറ്റ്സ് എ ഗുഡ് ആനിമേ, ഒരു പൈററ്റിനെ പറ്റിയിട്ട്, ബട്ട് നമുക്ക് വൺ പീസിലെ ഗ്രേറ്റ്നെസ് കിട്ടൂല റൊമാൻസ് ടോണിൽ. അപ്പോൾ അതാണ് എനിക്ക് റൊമാൻസ് ടോണിനെ പറ്റി തോന്നുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ ഒരു ഇറ്റ്സ് നോട്ട് ബാഡ്, ഇറ്റ്സ് നോട്ട് അമേസിങ്, ഇറ്റ്സ് ജസ്റ്റ് ഗുഡ്. അതാണ് റൊമാൻസ് ടൗൺ. ഓറഞ്ച് ടൗണും ബിയാ. ഓണസ്റ്റ്ലി ഓറഞ്ച് ടൗണിൽ നമുക്ക് ഭയങ്കര ഒന്നും കിട്ടില്ല. നമുക്ക് ബഗ്ഗിനോട് ഇൻട്രൊഡ്യൂസ്ഡ് ആവും, നാമീനെ കിട്ടും, ബട്ട് അഗൈൻ ഓറഞ്ച് ടൗൺ ഒട്ടും നല്ല ആ മറ്റേ ഡോഗിൻ്റെ ബാക്ക് സ്റ്റോറി ഒക്കെയാണ്. പക്ഷെ അതല്ലാണ്ട് ഓറഞ്ച് ടൗൺ ഇറ്റ്സ് കൈൻഡ് ഓഫ് ഓക്കെ. ലൈക്ക് ഞാൻ എപ്പോഴും ഭയങ്കര ഇൻട്രസ്റ്റഡ് ഒന്നല്ല അത് വായിക്കാൻ. ഇറ്റ്സ് ലൈക്ക് ഗുഡ്. ഓക്കെ, സിറ വില്ലേജ് ഓൾസോ ബി റാങ്ക്. ഉസോപ്പിൻ്റെ ആർക്കായാലും ഇറ്റ്സ് ലൈക്ക് അത്ര ഒന്നും ഇല്ല ആർക്കിൽ. ലാസ്റ്റ് ആ കൂറോൻ്റെ ആ ട്വിസ്റ്റൊക്കെ ഇറ്റ്സ് കൈൻഡ് ഓഫ് നൈസ്, ബട്ട് എന്ത് പറഞ്ഞാലും അത്ര ഇതൊന്നുമില്ല. ലൈക്ക് ഒരിക്കലും അത് എന്താ നമ്മൾ വരാൻ പോകുന്ന അത്ര ആർട്സിനൊന്നും എത്തൂല. സിറ വില്ലേജ് ഇസ് ഓക്കെ, നമുക്ക് മെറി കിട്ടും, വിച്ച് ഇസ് നൈസ്. ആൻഡ് ഉസോബിന് നല്ല മൊമെൻറ്റ്സ് ഒക്കെ ഉണ്ട് കമ്പയർ ടു ദ ലൈവ് ആക്ഷൻ, ബട്ട് എന്നാലും ഇറ്റ്സ് ജസ്റ്റ് ബി. അതിനായിട്ട് അത്ര ഒന്നുമില്ല. ഓക്കെ, ബറാട്ടി ഈസ് ഡെഫിനറ്റ്ലി എ. വൺ പീസിൻ്റെ വൺ ഓഫ് ലൈക്ക് ഏർലി വൺ ഓഫ് ദ ബെസ്റ്റ്. ഓബിയസ്ലി ബെസ്റ്റ് അല്ല, ബിക്കോസ് അടുത്ത് വരാൻ പോകുന്ന ആർക്ക്, ബട്ട് ബറാട്ടിയിൽ എന്തൊക്കെയാണ് നടക്കുന്നത്. നമുക്ക് മീഹോക്കിന് ഇൻട്രൊഡ്യൂസ് ആവും, സോറോൻ്റെ മീഹോക്കിൻ്റെയും ഫൈറ്റ് ഇറ്റ്സ് ലൈക്ക് സോ ഗുഡ്. ആൻഡ് സാഞ്ചിനെ നമുക്ക് കിട്ടും. ഓവറോൾ ബറാട്ടിയെ ഈ മറ്റേ കമ്പയർഡ് ആർക്സിൽ മച്ച് ബെറ്റർ. സോ ഗുഡ് ആണ് ബറാട്ടിയെ. സോ ബറാട്ടിയെ ഡെഫിനറ്റ്ലി എ ആണ് നിൽക്കുന്നത്. ബട്ട് ഇനിയാണ് എസ് റാങ്ക്, നമ്മുടെ ഫേസ്റ്റ് എസ് റാങ്ക് ആർലോങ് പാർക്ക്. നിങ്ങൾക്ക് ആരും എന്ത് പറഞ്ഞാലും എനിക്കൊന്നും പറയാനില്ല. ആർലോങ് പാർക്ക് ഇസ് ഗോട്ടഡ്. അവിടെയാണ് നമുക്ക് ഫസ്റ്റ് ആ വൺ പീസിൻ്റെ ഒരു ഇത് കിട്ടുന്നത്. ലൈക്ക് നമ്മൾ ഓ മൈ ഗോഡ്, നാമീൻ്റെ ബാക്ക് സ്റ്റോറി അത് കഴിഞ്ഞിട്ട് ലൂഫീൻ്റെ ഹെൽപ്പ് മീ മൊമെൻറ്റ്, ഇറ്റ്സ് ജസ്റ്റ് ഗ്രേറ്റ്. ലൈക്ക് അതും ഈ ലൈക്ക് ആർലോങ് പാർക്കിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും കുറേ കാര്യമുണ്ട് ഫ്യൂച്ചറിൽ ഇനി വരുന്നത്. ആർലോങ് പാർക്ക് ജസ്റ്റ് ഒന്നും പറയാനില്ല, എസ് റാങ്ക് തന്നെ ഒരിക്കലും ഞാൻ മാറ്റൂല. അത്ര അടിപൊളി ആർക്കാണ് ആർലോങ് പാർക്ക്. ഇതെങ്ങനെ ഒരു വേറെ എന്താ പറയേണ്ട അറിയില്ല. സോ ഗുഡ്. ആൻഡ് ലോക്ക്ഡൗൺ ഇസ് എ ഗുഡ് ആർക്ക്. എനിക്ക് എന്തായാലും എയിൽ ലോക്ക്ഡൗണിൽ കുറേ നല്ല കാര്യങ്ങളുണ്ട്. ലൈക്ക് സോറോ അടുത്ത വെപ്പണ് കിട്ടുന്നതും ഡ്രാഗൺ ഒക്കെ ഉണ്ട്. ലോക്ക്ഡൗൺ ഈസ് ഗുഡ്. ഒരു ഷോർട്ട് ആർക്കാണ്, നമുക്ക് സ്മോക്കറിന് കിട്ടും, ഡ്രാഗണിൻ്റെ റിവീലൊക്കെ ഉണ്ട്. ബട്ട് സ്റ്റിൽ അത് നിങ്ങളിപ്പോൾ ബറാട്ടിയെയും ലോക്ക്ഡൗൺ എടുക്കുകയാണെങ്കിൽ വിച്ച് വുഡ് യു ചൂസ്? ഞാൻ ബറാട്ടിയെ. സോ എനിക്ക് തോന്നുന്നില്ല ലോക്ക്ഡൗൺ എയിൽ ജസ്റ്റ് എത്തും. എനിക്കൊന്ന് ബീൻ്റെ അപ്പം ടോപ്പിൽ കിടന്നോട്ടെ. റിവേഴ്സ് മൗണ്ടെയിൻ ഓൾസോ ബി, ബട്ട് എനിക്ക് തോന്നുന്ന ലോക്ക്ഡൗൺ എന്നിട്ട് ബെറ്റർ. ഭയങ്കര ചെറിയ ആർക്ക്, ഇതിൻ്റെ ആർക്കായി കൂട്ട് തന്നെ ഞാൻ അറിഞ്ഞത് ഇപ്പം തന്നെയാണ്. ബട്ട് അതിലൊന്നും നടക്കുന്നില്ല. നമ്മൾ ലബൂണിനോട് കാണും. ആൻഡ് ഇത് ലബൂണ് ഒരു നല്ലൊരു സെറ്റപ്പാണ്, ബട്ട് അതിൻ്റെ വാല്യൂ നമ്മൾ ഇത്തിരി കുറേ കാലം കഴിഞ്ഞിട്ടായിട്ടുന്നത് ഒരു നല്ലൊരു ആർക്കാണ്. ഭയങ്കര മോശമല്ല, ഭയങ്കര സോ കറക്റ്റ് ബിയിൽ കിട്ടേണ്ട ഒരു ആർക്കാണത്. പീക്കായി എനിക്ക് തോന്നുന്നൊരു ബി റാങ്കിങ്. വിസ്കി പീക്കിന് എനിക്ക് അത്ര ഒന്നും പറയാനില്ല. ലൈക്ക് സോറോൻ്റെ നല്ല മൊമെൻ്റ് ഉണ്ട്, അവൻ എല്ലാ ബൗണ്ടി ഹണ്ടേഴ്സിനും ഒരുമിച്ച് ഫൈറ്റൊക്കെ ചെയ്യുന്നത്. വിസ്കി പീക്കിലാണ് അവർ ആദ്യമായിട്ട് അവിടെ പോകുമ്പോൾ ഓരോ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ എന്താ വെൽക്കം ചെയ്യുന്നത്, ബട്ട് അവരൊക്കെ ബൗണ്ടി ഹണ്ടേഴ്സ് ആയിരിക്കും. ആൻഡ് വിസ്കി പീക്കാണ് നമുക്ക് ആലബാസ്റ്റൻ്റെ ആ ഹോൾ ആർക്ക് തുടങ്ങി വെക്കുന്നത്. ആൻഡ് ഐ തിങ്ക് വിസ്കി പീക്ക് ഇസ് ഗുഡ്, ബട്ട് അത്ര ഒന്നും ഇല്ലേ പറയാൻ അതിനെ പറ്റിയിട്ട്. ലൈക്ക് അതിലൊന്നും ഭയങ്കര വലിയൊന്നും നടക്കുന്നില്ല. സോറോൻ്റെ ലൂഫിൻ്റെ ഒരു മണ്ട ഫൈറ്റ് ഉണ്ട് വിച്ച് ഡസൻ മേക്ക് സെൻസ്, ബട്ട് അതല്ലാണ്ട് വിസ്കി പീക്ക് ഇസ് പ്രിറ്റി സത്യം പറയാം. ലിറ്റിൽ ഗാർഡൻ ഈസ് ഓൾസോ ഐ തിങ്ക് ഐ കൈൻഡ് ഓഫ് ലൈക്ക് ഇറ്റ്, ബിക്കോസ് അതിൽ ഉസോപ്പിന് കുറേ കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. ലൈക്ക് അവന് ഒരു ബ്രേവ് വാറിയർ ഓഫ് ദ സീ ആവണമെന്നോ അങ്ങനെയൊക്കെ കിട്ടുന്നുണ്ട് ജയൻസിനെ കണ്ടിട്ട്. ബട്ട് സ്റ്റിൽ അതൊരു എ റാങ്ക് വരുന്ന എനിക്ക് തോന്നുന്നില്ല. നിനക്കെന്താ തോന്നുന്നത്? ബി ഞാൻ എപ്പോഴത്തേക്ക് അതിൻ്റെ ബീലിടാം, നമുക്ക് നോക്കാം. ഞാൻ എല്ലാം ബീലിടുന്ന പോലെ ഉണ്ട്, വിച്ച് ഇസ് സാഡ്. ഇനിയാണ് ഡ്രം ഐലൻഡ് ആണ് എൻ്റെ തോന്നുന്നത്. ആൻഡ് ഡ്രം ഐലൻഡ് ഈസ് ഈസി. എസ് റാങ്ക് എന്ന് പറയാൻ പറ്റില്ല, ബിക്കോസ് അതിലത്തെ വില്ലൻ ഇസ് സോ ബാഡ്. വാൾപോൾ ഒരു വില്ലനെ പോലെ തോന്നിയിട്ടല്ല, ബട്ട്
ഡ്രം ഐലൻഡിൽ കുറേ അടിപൊളി കാര്യങ്ങളുണ്ട്. നമുക്ക് ചോപ്പറിനെ കിട്ടുന്നുണ്ട്. ചോപ്പറിൻ്റെ ബാക്ക് സ്റ്റോറി ഓഫ് മറ്റേ ഡോക്ടർ, എനിക്ക് പേര് കിട്ടുന്നില്ല, ഡോക്ടർ ക്ലോവറോ, നോ ക്ലോവർ അല്ല, ബട്ട് യാ നമുക്ക് ലൈക്ക് ബേസിക്കലി ചോപ്പറിൻ്റെ ഫാദർ ഫിഗറിൻ്റെ ആ ഫ്ലാഷ് ബാക്ക് ഒക്കെ നല്ലതായിരുന്നു. വെൻ ഡസ് എ മാൻ ട്രൂലി ഡൈ എന്നൊക്കെ വെച്ചിട്ട്. സോ യാ, ഡ്രം ഐലൻഡ് ഈസി എ റാങ്ക് ആണ് ഫോർ ഷുവർ. സോ അതും കഴിഞ്ഞു. സോ അത് കഴിഞ്ഞാലാണ് നമ്മൾ നേരെ ആലബാസ്റ്റ ആണോ പോകുന്നത്? എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, ബിക്കോസ് ഞാൻ മണ്ടനാണ്. അപ്പോൾ ഡ്രം ഐലൻഡ്, ആലബാസ്റ്റിനെ പറ്റി ഒന്നും പറയണ്ട. ആലബാസ്റ്റ ഇസ് ജസ്റ്റ് ആർലോങ് പാർക്ക് ബട്ട് ഈവൻ ബെറ്റർ. ക്രോക്കഡൈൽ ഒരു വില്ലനായിട്ട് ലൂഫിനെ എത്ര പ്രാവശ്യം അടിച്ചിടുന്നേ, എന്നിട്ടും ഫസ്റ്റ് ആയിട്ടൊരു ഇതെന്ന് സെവൻ വാർലോഡ്സിനായിട്ട് ഫസ്റ്റ് തന്നെ ഒരു ഫൈറ്റ്. ആൻഡ് ഇതിൽ ലൂഫി ഈസ് സച്ച് എ ബാഡ് ആയിരുന്നു. അവൻ്റെ ചോര വെച്ചിട്ട് ക്രോക്കഡൈലിനെ അടിക്കുക എന്ന് പറഞ്ഞാൽ എന്താ പറയുക. യാ, ആലബാസ്റ്റ ഈസിലി യെസ് ആണ്. എൻ്റെ അതിൽ കുറേ ലൈക്ക് മൂവിങ് പാർട്സും ഉണ്ട്. ബട്ട് എനിക്ക് ഇപ്പോഴും അതിൽ ഇഷ്ടമല്ലാത്ത ഒറ്റ കാര്യമുണ്ട്, പെല്ലിനെ അവർ കൊല്ലാഞ്ഞത്. സോ അതിനുണ്ട് മാത്രം ഞാൻ ആക്ച്വലി ഇറ്റ്സ് സ്റ്റിൽ ആലബാസ്റ്റ സോ ഗുഡ്. എനിക്ക് ആ പെല്ലിൻ്റെ ആരും ഇഗ്നോർ ചെയ്യാൻ പറ്റും. സോ അതിനെ എസ് റാങ്ക് കൊടുക്കാൻ പറ്റും. അടുത്ത ജായ അല്ലേ. സോ ജായ, ഐ ആക്ച്വലി റിയലി ലൈക്ക് ജായ. എൻ്റെ അഭിപ്രായത്തിൽ ജായ ഇറ്റ്സ് വെരി ഗുഡ്. ബിക്കോസ് അവിടെ ലൂഫീൻ്റെ ബ്ലാക്ക് ബിയർഡ് ഇൻട്രൊഡ്യൂസ് ആവുന്നു. ഞാൻ ആലബാസ്റ്റയിൽ പിന്നെ എയ്സിനെ പറ്റി പറയാനേ പറഞ്ഞു, എയ്സും അതിൽ വരുന്നുണ്ട്. ബട്ട് യാ, ജായയിൽ ലൂഫിയും ബെലമീൻ്റെ ആ ഫൈറ്റ് എന്ന് പറയാൻ പറ്റുമോ? കൊല്ലൽ, ഡിസ്ട്രോയൽ, പണ്ണി ആര് ബെല്ലമീനെ. യാ, ജായ സി റാങ്ക് റിയലി. എനിക്ക് ജായ അത്യാവശ്യം ഇഷ്ടമാണ് സത്യം പറയുകയാണെങ്കിൽ. ബിക്കോസ് അതിൽ ലൂഫീൻ്റെ ആ മൂമെൻറ്റ്സ് ഒക്കെ അടിപൊളിയാണ്. എൻ്റെ അതിൽ നമുക്ക് ലൈക്ക് സ്കൈപ്പിയ ബേസിക്കലി ഒരു സെറ്റപ്പാണ് ജായ. ആൻഡ് അവിടെ നമ്മൾക്ക് സ്കൈപ്പിയുടെ സെറ്റപ്പ് കിട്ടുന്നുണ്ട്. ഐ ആക്ച്വലി തിങ്ക് ജായ ഇസ് പ്രിറ്റി ഗുഡ്. ഞാൻ ജായനെ അപ്പോഴത്തേക്ക് എ റാങ്കിൽ ഇടുകയാണ്. സ്കൈപ്പിയ പക്ഷേ എനിക്ക് എന്നാലും എസ് റാങ്ക് എത്താനായില്ല. ഇറ്റ്സ് ലൈക്ക് വെരി ക്ലോസ്, നല്ല എസ് റാങ്ക് അല്ല. അതിൻ്റെ അപ്പോഴത്തേക്ക് എ റാങ്കിൽ ഇടുക. ബിക്കോസ് ലൈക്ക് എനിക്ക് എനലിനെ ഒരു വില്ലനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അവനൊരു ഗോഡായിട്ട് തോന്നുന്നത്. അവൻ്റെ ലൂഫി അവൻ്റെ ഇലക്ട്രിസിറ്റി പറയുക ഓൺ ലൈക്ക് ഷോക്ക്ഡാ എങ്ങനെയാണെന്ന്. സോ സ്കൈപ്പിയ നൈസാണ്. ആൻഡ് അതിന് കുറേ സെറ്റപ്പ് ഉണ്ട്, ഈവൻ വാനോല് വരെ. സോ ഏരിയാടുന്ന് എന്താ പറയുക, എനിക്കിപ്പോഴും അത് ആലബാസ്റ്റ് അല്ലെങ്കിൽ ആർലോങ് പാർക്കിൻ്റെ അടുത്ത് എത്തുന്ന പോലെ തോന്നുന്നില്ല. ഇറ്റ്സ് എ വെരി ഗുഡ് ആർക്ക്. നോളൻ്റെ ഫ്ലാഷ് ബാക്ക് ഒക്കെ അടിപൊളിയാണ്. ബട്ട് എസ് റാങ്കിന് എത്തിയ പോലെ എനിക്ക് തോന്നിയില്ല. വാട്ടർ 7S റാങ്ക്. വാട്ടർ 7 എന്നിട്ട് എന്താ പറയാൻ, ഓണസ്റ്റ്ലി എനിക്ക് ഇത് ഞാൻ ലാസ്റ്റ് മറ്റേ പോലെ റാങ്ക് ചെയ്യാം. ബട്ട് ഞാൻ പറയാം, വാട്ടർ 7 ഇറ്റ്സ് ലൈക്ക് ചേഞ്ച് വൺ പീസ് ഫോർ മീ. ഒരു നോർമൽ ഇതുപോലെയല്ല. വാട്ടർ 7 എന്താ നടക്കുന്നത്? നിങ്ങൾ എനീസ് ലോബി വാട്ടർ 7 ഒരു ഭാഗമാണ് കഴിക്കണം. ഓക്കെ, ലൈക്ക് എനീസ് ലോബി വാട്ടർ 7 സത്യം പറഞ്ഞാൽ ഒരേ ആർക്ക് പോലെ, ചെറിയൊരു ഡിഫറൻസേ ഉള്ളൂ. ആൻഡ് വാട്ടർ 7 ഇതൊക്കെ സെറ്റപ്പ് ചെയ്തുകൊണ്ടാണ് എനീസ് ലോബി ഇത്ര അടിപൊളിയാവുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. വാട്ടർ 7 ഒറ്റ കാര്യം പറഞ്ഞാൽ തന്നെ എസ് റാങ്ക്. ലൂഫിൻ്റെ ഉസോപ്പിൻ്റെ ആ ഫൈറ്റ്, കമോൺ, ലൂഫിൻ്റെ ഉസോപ്പിൻ്റെ ആ ഫൈറ്റ് നിങ്ങൾ വിചാരിച്ചു നോക്ക്. സച്ചൊരു നാച്ചുറലായിട്ട് എനിക്ക് അതേ ഉള്ളൂ. അത് തന്നെ ഒറ്റ ഒരു ഓപ്ഷൻ വെച്ചോ. അതിനോണ്ടാണ് വാട്ടർ 7S ആവുന്നത്. എനിക്ക് വാട്ടർ 7 ഭയങ്കര ഇഷ്ടമാണ്. എത്ര കൊടുത്താലും ഞാൻ പിന്നെയും കാണാൻ റെഡിയാണ്. യെസ്, കുറേ ബിൽഡപ്പ് ഉണ്ട്. ആൻഡ് ഇതൊക്കെ പേ ഓഫ് ആവുന്നത് എനീസ് ലോബിയിലാണ്. അതിനോടാണ് കൂടുതൽ ആൾക്ക് എനീസ് ലോബി ഇഷ്ടം. ബട്ട് അത് വാട്ടർ 7 ഇല്ലാണ്ട് എനീസ് ലോബി ഇല്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. അടുത്ത എനീസ് ലോബി എസ്. ഐ നോ ആക്ച്വലി എനിക്ക് വാട്ടർ 7 ഇഷ്ടം എനീസ് ലോബിയാണ്. ബട്ട് അതിനോട് വാട്ടർ 7 ഞാൻ താഴ്ത്തൂല. എനീസ് ലോബിയാണ് എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ട് വൺ പീസിൽ കരയിപ്പിച്ച്. റോബിൻ്റെ ആ ഫ്ലാഷ് ബാക്ക്, ഗോഡ്, അത് കഴിഞ്ഞിട്ട് റോബിൻ്റെ ആ മൊമെൻറ്റ്, ഐ വോണ്ട് ടു ലിവ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ എന്തൊക്കെയാണ് കിട്ടുന്നത്? ഗിയർ 2, ഓക്കെ, ഗിയർ 3, ഓക്കെ, ആസുര, ഓക്കെ, ഡിയാബ്ലോ ജാംബെ, എന്തൊക്കെയാണ് നമുക്ക് കിട്ടുന്ന എനീസ് ലോബിയിൽ. എനീസ് ലോബി എന്ന് പറയുകയാണെങ്കിൽ ഓ മൈ ഗോഡ്. ഓ ശരിയാ, ലോങ് ഐലൻഡ് ആർക്ക് ഉണ്ടല്ലേ, അതവിടെ അത് ഫോർ സം റീസൺ ഇവിടെ കാണുന്നില്ല. ബട്ട് അത് ഉണ്ടായിരുന്നെങ്കിൽ ഐ വുഡ് പുട്ട് ഇറ്റ് സി ലോങ് ഐലൻഡ് ആർക്ക്. അത് ഇവിടെ എന്തോ എനിക്ക് കാണാൻ പറ്റുന്നില്ല, ഒരു ഇതിൽ ആഡ് ചെയ്തില്ല. ബട്ട് അതുണ്ടെങ്കിൽ ഞാൻ അതിനെ സീലായിരുന്നു ഇടുന്നത്. ഗിയർ 2 ഇസ് ഓബിയസ്ലി ബെറ്റർ ദാൻ ഗിയർ 3 ലൈക്ക് സെറോക്സ് സെഡ്. ബട്ട് ഞാൻ വേണമെങ്കിൽ ഡി ഇടാം. ലോങ് ഐലൻഡ് ഒറ്റ നല്ല കാര്യം എന്ന് പറയാൻ അതിൽ RPG വരുന്നുണ്ട്, വേറെ ഒരു നല്ല കാര്യമില്ല. സോ എനീസ് ലോബി എന്ന് പറയാൻ ഫുള്ളായിട്ട് കൂട്ടുക. എനീസ് ലോബി കഴിഞ്ഞിട്ടുള്ള ഭാഗം കൂട്ടുക. മെറീൻ്റെ ഗുഡ് ബൈ.
ഫ്രാങ്കി ജോയിൻ ചെയ്യുന്നത്, ഗാർപ്പിൻ്റെ ഇൻട്രഡക്ഷൻ, ലൂഫിയും ഡ്രാഗണിനും പറ്റിയിട്ടുള്ള കണക്ഷൻ, എന്തൊക്കെയാണ് ഇവർ ഈ വാട്ടർ 7 എനീസ് ലോബിയിൽ കൊണ്ടിട്ട്. ആൻഡ് ഇറ്റ്സ് ഓൾ സോ ഗുഡ്. വൺ ഓഫ് ദ ബെസ്റ്റ് ആർക്സ്. സോബർഡി അല്ലേ, സോബർഡി അവിടെ, സോബർഡി എസ് റാങ്ക് അടുപ്പിച്ച് 3 എസ്സുകൾ. ബിക്കോസ് ഓഡ വാസ് കുക്കിംഗ് ദ ബെസ്റ്റ് എവർ. സോബർഡി പറ്റി എന്താ പറയണ്ടേ, സൂപ്പർ നോവാസ് ഓക്കെ കുഴപ്പമില്ല, ഹാക്കി ഓക്കെ കുഴപ്പമില്ല. ദെൻ നമുക്ക് റെയിലിൻ്റെ റിവീൽ കിട്ടും. റെയിലിൻ്റെ റിവീൽ, ഓ മൈ ഗോഡ്. ത്രില്ലർ ബാർക്ക്, ഓ മൈ ഗോഡ്, ഞാൻ എല്ലാം തെറ്റിക്കുന്നു, ഓക്കെ മൈ ബാഡ്, സോറി ഗൈസ്. ത്രില്ലർ ബാർക്ക് എൻ്റെ ഭയങ്കര അടിപൊളി ഫേവറേറ്റ് ഭാഗമൊന്നുമല്ല, ഞാൻ അതിന് സീലിടുക. വൺ ഓഫ് ദ വേഴ്സ്റ്റ് ആർക്സ് എൻ്റെ അഭിപ്രായത്തിൽ. ഫസ്റ്റ് നോട്ട് വേഴ്സ്റ്റ്, ലൈക്ക് കമ്പാരിറ്റീവ്ലി വേഴ്സ്റ്റ്, എന്നാലും ഇറ്റ്സ് ഗുഡ്. എനിക്കതിൽ മെയിൻ ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ ഫസ്റ്റ് തന്നെ ഗെക്കോമറിയനെ പറ്റി എനിക്ക് ഭയങ്കര ഇതൊന്നും ഇഷ്ടമില്ല. കൂമാൻ്റെ ആ ഭാഗം അടിപൊളിയായിരുന്നു, ബട്ട് എൻ്റെ ബ്രുക്ക് വരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതിലത്തെ ഹ്യൂമർ എനിക്ക് തീരെ ഇഷ്ടമായില്ല. ഈ സാഞ്ചി ഭയങ്കര ക്രീപ്പായി തുടങ്ങുന്ന ആ ആർക്കെന്നാണ്. എൻ്റെ അവിടെ നിന്ന് എനിക്ക് സാഞ്ചിനോടുള്ള ഇഷ്ടം കുറയുകയെന്ന് ചെയ്തത്. സോ അതുകൊണ്ട് ഞാൻ എന്താ പറയുക, ത്രില്ലർ ബാർക്കിനെ സീലിടുക. ഇനി നമുക്ക് സോബഡിനെ പറ്റി ഒന്നുകൂടെ പറയാം. അഗൈൻ ഞാൻ പറയാൻ പോവാണ് എസ് റാങ്ക്. എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല, എന്ത് അടിപൊളിയാണ്. അതിൻ്റെ എൻഡിങ്, സോബഡീൻ്റെ എൻഡിങ് നമ്മളെ ലൈക്ക് ഡിസ്ട്രോയ് ചെയ്യും. നമുക്ക് ആ സമയത്തൊന്നും അറിയാത്തതുകൊണ്ട് എന്താ നടക്കുന്നത്, എല്ലാവരും എവിടെ പോയി. ലൂഫീൻ്റെ ലാസ്റ്റ് കരച്ചിൽ, അവൻ വീക്കാണെന്ന് മനസ്സിലാവുമ്പോൾ. സോ അതൊക്കെയാണ് സോബഡി ഈസിലി എസ് റാങ്ക് എന്ന് പറയാനില്ല. ആക്ച്വലി ഒരാൾ നല്ലൊരു പോയിന്റ് പറഞ്ഞു. സോറോന്റെ ലോയൽറ്റി സീൻ ഉണ്ട് ത്രില്ലർ ബാർക്കിൽ. ഒറ്റ കാരണം ഞാനാണ് ത്രില്ലർ ബാർക്കിനെ ബീലിടുന്നത്. ബീൻ്റെ ഏറ്റവും ലാസ്റ്റ് സോറോന്റെ ആ എന്താ പറയാ, ആമസോൺ ലിലി. സോ നമുക്ക് പിന്നെ ആമസോൺ ലില്ലിലോട്ട് പോവാം. ആമസോൺ ലിലി ഈസ് ഓക്കെ, നല്ലൊരു നമുക്ക് ബോ ഹാങ്കോക്കിനോട്ട് ഇൻട്രൊഡ്യൂസ് ആവും. ആൻഡ് എനിക്ക് അത്യാവശ്യം നല്ലൊരു ഇഷ്ടമുള്ളൊരു ക്യാരക്ടറാണ് ബോയനെ. നമുക്ക് ലൂഫീൻ്റെ ഹാക്കിനെ പറ്റി നമ്മൾ ഇനിയും പഠിച്ചൊക്കെ തുടങ്ങും. സോ എനിക്ക് തോന്നുന്നില്ല ആമസോൺ ലില്ലി ബിയിൽ വേണോ എയിൽ വേണോ എനിക്ക് മനസ്സിലാവുന്നില്ല. ബീൻ്റെ എന്തായാലും അത്യാവശ്യം ടോപ്പിലായിരിക്കും, പക്ഷെ എയിലെത്താനുള്ള പവർ ഉണ്ടോ ആമസോൺ ലില്ലി? ഇമ്പിൾ ഡൗൺ, ഐ റിയലി ലൈക്ക് ഇമ്പിൾ ഡൗൺ. ഞാൻ അതിന് എസ്സിലിടണോ എൻ്റെ ടോപ്പിലിടണോ എന്നാണ് എനിക്ക് തോന്നുന്നത്. ലൈക്ക് ഇമ്പിൾ ഡൗണിൽ കുറേ കാര്യങ്ങളുണ്ട്. ലൂഫി ഇങ്ങനെ എല്ലാ സ്ഥലത്തും കൂടെ പോകുന്നത്, അവിടെ ബഗ്ഗി തിരിച്ചിട്ട് ബഗ്ഗി ഒരു അമേസിങ് ക്യാരക്ടർ ആവുന്നുണ്ട്. ഇമ്പൽ ഡൗൺ എനിക്ക് തോന്നുന്നില്ല എസ് റാങ്ക് എത്താനുള്ള പവർ ഉണ്ട് എന്ന്. ഇറ്റ്സ് വെരി ഗുഡ്. ലൈക്ക് എനിക്കതിൽ മിസ്റ്റർ ബോൺക്ലേൻ്റെ എനിക്ക് ബോൺക്ലേനെ ഭയങ്കര ഇഷ്ടമാണ് അവിടുന്ന്. ആൻഡ് ഇവിടെ നമ്മൾ ബ്ലാക്ക് പിയറിൻ്റെ പ്ലാൻ്റെ തുടക്കം കാണുന്നുണ്ട്. ഐ തിങ്ക് ഇറ്റ്സ് വെരി ഗുഡ്. ഞാൻ എന്തായാലും എയിലിടുകയാണ്. സോ നമുക്ക് ഇപ്പോഴത്തേക്ക് അതിനെ അവിടെ ഇഫ് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു വിചാരിക്കും, എസിൻ്റെ മുകളിൽ ഒരു ഗോട്ട് റാങ്ക് എന്നിട്ടൊരു ഉണ്ടായിരുന്നെങ്കിൽ മെറീൻ ഫോർഡ് അവിടെയാണ് ഉണ്ടാവുക. ഇവിടെയാണ് മെറീൻ ഫോർഡ് ഉണ്ടാവേണ്ടത്, ഇതിൻ്റെയും മുകളിൽ. മെറീൻ ഫോർഡ് പ്രീ ടൈം സ്കിപ്പിൻ്റെ പീക്കാണ്. വേറെ ഒന്നും മെറീൻ ഫോർഡിൻ്റെ അടുത്ത് എത്തുക പോലില്ല. എങ്ങനെയാണ് ഓട മെറീൻ ഫോർഡ് ഉണ്ടാക്കിയെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. എങ്ങനെയാണ് ഇത്ര ഒരു വലിയൊരു വാറിൽ നമുക്ക് കുറേ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യാൻ പറ്റിയത്? അവിടെ സ്ട്രോ ഹാറ്റ്സ് ലൈക്ക് ലൂഫി അല്ലാണ്ട് ആരും ഇല്ല, എന്നിട്ട് നമ്മൾ മെറീൻ ഫോർഡ് എത്ര അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അതാണ് മെറീൻ ഫോർഡിൻ്റെ ഒരു ഇത്. ലൈക്ക് നമുക്ക് അറിയാത്ത കുറേ ക്യാരക്ടേഴ്സൊക്കെ. ജിംബേനൊക്കെ നമ്മളിപ്പോൾ പരിചയപ്പെടുന്നേ ഉള്ളൂ. ക്രോക്കഡൈൽ നമുക്കറിയാം, ബട്ട് അവനൊരു വില്ലനായിരുന്നു. നമ്മൾ നേരെ വൈറ്റ് ബിയർഡിനെ അറിയുന്ന എപ്പോഴാണ്. ബട്ട് എല്ലാവരും തന്നെ നമ്മൾ കെയർ ചെയ്ത് തുടങ്ങും. ലൈക്ക് ഗാർപ്പ് ചെട്ടും ലൈക്ക് നമുക്ക് മനസ്സിലാൻ പറ്റുന്നുണ്ട് ഗാർപ്പ് എന്തിനാ അങ്ങനെ ചെയ്യുന്നത്. ആൻഡ് അതിൻ്റെ എൻഡിങ്, മെറീൻ ഫോർഡിൻ്റെ എൻഡിങ്, ഓ മൈ ഗോഡ്. അത് നമ്മൾ ലൈക്ക് ലൂഫി ഇത്ര വലിയ എഫേർട്സ് പോയി, ഇത്ര പാടുപെട്ടിട്ട് അവൻ്റെ ബോഡി ലൈക്ക് ഓൾമോസ്റ്റ് മരിക്കാൻ പോയിട്ട് തന്നെ എങ്ങനെയൊക്കെയോ അവൻ ഫൈനലി അവൻ്റെ ഗോൾ ചെയ്യുന്നു. ആൻഡ് ഓൾ ഫോർ നത്തിങ്. അങ്ങനെ ഒരു എൻഡിങ് തരാൻ ഷാങ്സിൻ്റെ എൻട്രി. ആൻഡ് ഓടെ സാധാരണ ക്യാരക്ടേഴ്സിന് അങ്ങനെ കിൽ ഓഫ് ചെയ്യലില്ല. ലൈക്ക് ചെയ്യാറുണ്ട്, ബട്ട് ഇങ്ങനെ ഒരു ഫുൾ ഫോക്കസ് കൊടുക്കല്ലേ ഒരു ക്യാരക്ടർ മരിക്കുന്നതാണ്. ബട്ട് അങ്ങനെയല്ല മെറീൻ ഫോർഡിൽ അതാണ് ഫോക്കസ്. ലൈക്ക് ഓടെ ഒരിക്കലും ഒരു ക്യാരക്ടർ അങ്ങനെ കില്ല് ചെയ്യാണ്ട് പെട്ടെന്നൊരു ക്യാരക്ടറിനെ കില്ല് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഇത് ഒന്നും പറയാനില്ല. മെറീൻ ഫോർഡ് പ്രീ ടൈം സ്കിപ്പിൽ ബെസ്റ്റ് ആർക്കാണ്, നോ കോമ്പറ്റീഷൻ എവർ ഡ്യൂ. അത് അത്രേ പറയാനുള്ളൂ. ആൻഡ് അത് കഴിഞ്ഞിട്ട് പോസ്റ്റ് വാർ ആർക്ക്, ഇത് ചെറിയൊരു ആർക്കാണ്. നമുക്ക് ലൂഫീൻ്റെ
ബാക്ക് സ്റ്റോറി ഇതിൽ കിട്ടുന്നത് ആൻഡ് ലൂഫി ട്രെയിൻ ചെയ്യാൻ പോകുന്നതും എല്ലാ സ്ട്രോ ഹാസിനെ വിട്ട് ചെയ്യുന്നു. ഇറ്റ്സ് എ വെരി ഗുഡ് ആർക്ക്. ബട്ട് എനിക്ക് തോന്നുന്നത് എൻ്റെ എൻഡിങ്ങിൽ നിൽക്കാം. അപ്പോൾ അതായിരുന്നു വൺ പീസിൻ്റെ പ്രീ ടൈം സ്കിപ്പ് ആർക്സിൻ്റെ റാങ്കിങ്. ഇതാണ് എൻ്റെ ഫൈനൽ റാങ്കിങ്. ഞാൻ അവിടെ സൈഡ് ബൈ സൈഡും റാങ്ക് ചെയ്തിട്ടുണ്ട്. സോ ഈ വീഡിയോയിൽ എനിക്ക് അത്രേ പറയാനുള്ളൂ. ലൈക്ക് ഐ സൈഡ്, ഞാൻ ഈ ആഴ്ച തന്നെ പിന്നെയും സ്ട്രീം ചെയ്യുന്നുണ്ടാവും, ജസ്റ്റ് ടോക്കിംഗ് അബൌട്ട് ആനിമെ. ആൻഡ് ഓൾസോ ഞാൻ പിന്നെ പോസ്റ്റ് ടൈം സ്കിപ്പ് ആർക്സും റിവ്യൂ ചെയ്യാൻ പോവാണ്. സോ ഇഫ് യു വാണ്ട് ടു ക്യാച്ച് ദാറ്റ്, ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ബട്ട് എനിക്ക് ഈ വീഡിയോയിൽ അത്രേ പറയാനുള്ളൂ. അപ്പോൾ ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ്. ബൈ.